ഇൻഫോർമേഷൻസ് കൊണ്ട് നിങ്ങളുടെ ലൈഫ് മാറും എന്നുണ്ടെങ്കിൽ അത് എത്രയോ വർഷങ്ങൾക്ക് മുന്നേ തന്നെ മാറിയേനെ അല്ലെ. ഒരുപാട് ബുക്സ് വായിക്കുന്നുണ്ട്, യൂട്യൂബിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് കാണുന്നുണ്ട്. അതുപോലെ ഒരുപാട് മൈൻഡിനെ കുറിച്ചിട്ട് നിങ്ങളുടെ ഇൻഫോർമേഷൻസ് ഗ്രാബ് ചെയ്യുന്നുണ്ട്. ChatGPT, ഗൂഗിൾ ഇതുപോലത്തെ സൈറ്റുകളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ഇൻഫോർമേഷൻസ് കിട്ടുന്നുണ്ട്. പക്ഷെ ഈ ഇൻഫോർമേഷൻസ് കൊണ്ട് മാത്രം നിങ്ങളുടെ ലൈഫിൽ മാറ്റം വന്നിട്ടുണ്ടോ? അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഡിസിഷൻസ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നുണ്ടോ? ഒരു സമയത്ത് ഞാനും എൻ്റെ ലൈഫിൽ ഇങ്ങനെ തന്നെയായിരുന്നു. ഒരുപാട് നോളജ്, ഒരുപാട് അറിവുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാണോ ഞാൻ എൻ്റെ ലൈഫിന് വേണ്ടിയിട്ട് ആക്ഷൻസ് എടുത്തു തുടങ്ങിയത്, അന്ന് മുതലാണ് ശരിക്ക് എനിക്കിങ്ങനെ സംസാരിക്കാനായിക്കോട്ടെ, എൻ്റെ കരിയർ ചൂസ് ചെയ്യാനും ഒക്കെയുള്ള ഒരു കഴിവും അതുപോലെ കോൺഫിഡൻറ്റും കിട്ടിയത്. അതിൽ ഞാൻ എടുത്ത ഫസ്റ്റ് ആക്ഷൻ എന്താന്ന് വെച്ചാൽ, എൻ്റെ സോഷ്യൽ മീഡിയയിലുള്ള അൺവാണ്ടഡ് ആയിട്ട് വരുന്ന കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്തു. എങ്ങനെയെന്ന് വെച്ചാൽ, വേണ്ടാത്ത ആളുകളെ അൺഫോളോ ചെയ്തു, പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ആളുകളെ ഫോളോ ചെയ്തു. അതുപോലെ നമ്മൾ എന്താണോ സെർച്ച് ചെയ്തത് അതാണ് നമുക്ക് കാണിച്ചു തരിക. സോ സെർച്ചിങ്ങിൽ പോയിട്ട് എനിക്ക് വേണ്ട കാര്യങ്ങൾ ഞാൻ സെർച്ച് ചെയ്തു. അപ്പോൾ എൻ്റെ ആൽഗോരിതം എനിക്ക് വേണ്ട കാര്യങ്ങളാണ് കാണിച്ചു തന്നത്. അതിൻ്റെ കൂടെ തന്നെ ഇത് ചേഞ്ച് ചെയ്യാൻ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് കണ്ട സമയത്താണ് ഇതുപോലെ മൈൻഡ് ട്രാൻസ്ഫോർമേഷൻ്റെ ഒരു കാര്യം കൂടെ ഞാൻ അറിയുന്നത്. സോ ഐ ടേക്ക് അൺകംഫർട്ടബിൾ, അല്ലെങ്കിൽ ആ സമയത്ത് എനിക്ക് ഒട്ടും ഈസി ആയിട്ട് തോന്നാത്ത ഒരു ഡിസിഷനാണ് ഞാൻ എടുത്തത്. അതിൽ എൻ്റെ മണി, അതുപോലെ എൻ്റെ ടൈം, എൻ്റെ എനർജി എല്ലാം ഇൻവെസ്റ്റ് ചെയ്തതും ദാറ്റ് മെയ്ഡ് ദ ഡിഫറൻസ് എന്നുള്ളതാണ്. സോ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ചേഞ്ച് വേണം എന്നുണ്ടെങ്കിൽ ഇനിയും ഇൻഫോർമേഷൻസിൻ്റെ പിന്നാലെ മാത്രം പോവാതെ നിങ്ങളുടെ ഐഡൻറ്റിറ്റി ഷിഫ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കുക. മീൻസ് അറിവ് മാത്രമല്ല വേണ്ടത്, തിരിച്ചറിവും കൂടെയാണ് വേണ്ടത് എന്നുള്ളതാണ്. സോ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ആക്ഷൻസ് എടുത്ത് തുടങ്ങുക. സ്റ്റാർട്ട് റീബിൽഡിങ് യുവർ സെൽഫ്. അത് മാത്രമാണ് നിങ്ങളുടെ ലൈഫിൽ ചേഞ്ചസ് കൊണ്ടുവരിക എന്നുള്ളതാണ്.